ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാജിദാസ് ക്രിയേഷൻ. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഒരു കർട്ടൻ ഡിസൈനിങ് ആണ്. നിങ്ങൾ ഒത്തിരി കർട്ടൻ സ്റ്റിച്ചിങ് വീഡിയോ കണ്ടിട്ടുണ്ടാവും, പക്ഷേ ഇതൊരു വെറൈറ്റി രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ അറിയാമെങ്കിൽ തീർച്ചയായിട്ടും ഈ കർട്ടൻ ഡിസൈൻ ചെയ്തിട്ട് നമുക്ക് വീടിൻ്റെ ലുക്ക് തന്നെ മാറ്റാൻ പറ്റും. അപ്പോൾ അതിന് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് വേണ്ടത് നെറ്റ് ക്ലോത്താണ്. നമുക്ക് നെറ്റ് ക്ലോത്ത് കർട്ടൻ ക്ലോത്ത് വിൽക്കുന്ന ഷോപ്പിൽ ലഭിക്കില്ല കേട്ടോ. നമ്മൾ സാധാ ചുരിദാറിൻ്റെ ഒക്കെ ക്ലോത്ത് കട്ട് ചെയ്ത് വിൽക്കുന്ന ഷോപ്പിൽ പോയിട്ട് വേണം ഇത് വാങ്ങാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ സെൽഫ് ഡിസൈനുള്ള ഒരു നെറ്റാണ്. പ്ലെയിൻ നെറ്റ് വാങ്ങാൻ പാടില്ല. ഇതുപോലെ എന്തെങ്കിലും സിമ്പിൾ ഡിസൈനുള്ള നെറ്റായിരിക്കണം വാങ്ങേണ്ടത്. അതുപോലെ മുകൾ വശത്ത് വെക്കാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് കളർ കർട്ടൻ ക്ലോത്താണ് ഞാൻ വാങ്ങിയിരിക്കുന്നത്. അതുകൂടാതെ ഞാൻ വൈറ്റ് കളർ കർട്ടൻ ക്ലോത്തും വാങ്ങിയിട്ടുണ്ട്. താഴ്വശത്തേക്ക് വേണ്ടിയിട്ടാണ് ഈ വൈറ്റ് കളർ വാങ്ങിയിരിക്കുന്നത്. അതിന് പുറമേ നമുക്ക് വേണ്ടത് ഇതുപോലുള്ളൊരു ക്യാൻവാസ് ഷീറ്റാണ്. ഇത് കർട്ടൻ്റെ ക്ലോത്ത് വിൽക്കുന്ന ഷോപ്പിൽ തന്നെ ഉണ്ടാവും. നമുക്ക് ഇതുപോലുള്ള കർട്ടൻ ചെയ്യാനാണെന്ന് പറഞ്ഞാൽ അവർ തരും. ഇതുപോലെ കറക്റ്റ് ഹോൾ ചെയ്തിട്ട് തന്നെയാണ് ഈ ക്യാൻവാസ് ഷീറ്റ് ഉണ്ടാവുക. അതുകൂടാതെ നമുക്ക് വേണ്ടത് ഇതുപോലുള്ള റിങ്സ് ആണ്. ഇതും കർട്ടൻ്റെ മെറ്റീരിയൽസ് വിൽക്കുന്ന ഷോപ്പിൽ തന്നെ ഉണ്ടാവും കേട്ടോ. ഇതിന് ഈ ഒരു റിങ് ഇട്ടിട്ട് നമ്മൾ ലോക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ രീതിയിലാണ് കർട്ടൻ ഡിസൈൻ ചെയ്യുന്നത്. മുകളിൽ ബ്ലാക്കും സെൻറ്ററിൽ ബ്ലാക്കും വൈറ്റും മിക്സ് ചെയ്തിട്ടും താഴ്വശത്ത് വൈറ്റും ആയിട്ടാണ്. ഇങ്ങനെയൊക്കെ സ്റ്റിച്ച് ചെയ്ത് ഡിസൈൻ ചെയ്തെടുക്കണമെങ്കിൽ നമുക്ക് എത്ര ക്ലോത്താണ് വേണ്ടത്, അതെങ്ങനെയാണ് അളന്നെടുക്കാമെന്ന് നോക്കാം. നിങ്ങളുടെ കർട്ടൻ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ചിലപ്പോൾ മുകൾ വശത്തു നിന്നായിരിക്കും അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഭാഗത്ത് ടേപ്പ് വെച്ചിട്ട് അവിടെ നിന്ന് എത്രയാണോ നിങ്ങൾക്ക് ഇറക്കം വേണ്ടത്, ചിലപ്പോൾ നല്ല ലെങ്ത്തിലായിരിക്കും കർട്ടൻ ഉണ്ടാവുന്നത്, ആ ഒരു ലെങ്ത്തിലെടുക്കുക. അതല്ല ഇതുപോലെ ജനൽപ്പാളിയുടെ ഉള്ളിലാണെങ്കിൽ നിങ്ങൾ കറക്റ്റ് ആ ഒരു കമ്പിക്ക് വെച്ചിട്ട് അളവെടുക്കാൻ പാടില്ല. ആ ഒരു കമ്പിയുടെ കുറച്ച് മുകളിൽ വെച്ചിട്ട് വേണം നിങ്ങൾ അളവെടുക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ കാണുന്നില്ലേ കർട്ടൻ കുറച്ച് മുകളിലേക്ക് പൊന്തി നിന്നിട്ട് അതുമുതൽ താഴെ വരെ എത്രയാണോ വേണ്ടത് അളവെടുക്കാം. എനിക്കിവിടെ 54 ഇഞ്ചാണ് ലഭിച്ചത്. ഈ 54 ഇഞ്ചിൻ്റെ കൂടെ നമുക്ക് ഒരു 3 ഇഞ്ച് തയ്യൽ തുമ്പ് വിടേണ്ടതുണ്ട്. കാരണം താഴ്വശം നമുക്ക് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വീതി കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. കണ്ടോ, ഇതുപോലെ ഫോൾഡ് ചെയ്യണം. ഈ ഒരു അളവിലെങ്കിലും വേണം. അപ്പോൾ ഞാനിവിടെ 3 ഇഞ്ചാണ് താഴ്വശത്തേക്ക് തയ്യൽ തുമ്പ് വിടുന്നത്. അതുകൂടാതെ നമുക്ക് മുകൾ വശത്ത് ക്യാൻവാസുമായി ജോയിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 ഇഞ്ച് തയ്യൽ തുമ്പ് ആവശ്യമാണ്. കണ്ടോ, ഇതേപോലെ ക്യാൻവാസായിട്ട് ജോയിൻ്റ് ചെയ്തിട്ട് അത് തിരിച്ചിടണം. അപ്പോൾ നമുക്കവിടെ 1 ഇഞ്ച് തയ്യൽ തുമ്പ് പോവും. അപ്പോൾ അതുകൂടി നമുക്ക് കൂട്ടിയിട്ട് 58 ഇഞ്ച് എടുക്കാം. ഇപ്പം നമ്മളിത് അളന്നത് ഇഞ്ചിലാണ്. ഇതിനെ നമുക്ക് എങ്ങനെ മീറ്ററിലാക്കാൻ നോക്കാം. തൊട്ട് പിറകു വശത്ത് കണ്ടോ ഇതുപോലെ 2 അളവുണ്ടാവും. ഒന്ന് ഇഞ്ചിലും ഒന്ന് മീറ്ററിലുമാണ്. മുകളിലുള്ള ഇഞ്ചിൻ്റെ നേരെ താഴ്വശത്ത് എത്രയാണ് മീറ്റർ ഉള്ളത് നോക്കാം. 1.5 മീറ്ററാണ്, അതായത് 1.50 ഉള്ളത്. അപ്പോൾ 1.5 മീറ്റർ ക്ലോത്താണ് നമുക്ക് ഒരു കർട്ടൻ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടത്. ഒരു കർട്ടൻ എന്ന് പറഞ്ഞാൽ കണ്ടോ ഇതേപോലെ 2 പാളിയായിട്ടാണ് സാധാരണ നോർമൽ കർട്ടൻ ഉണ്ടാവുക, അല്ല നിങ്ങൾക്കൊക്കെ അതറിയാം. അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 1.5 മീറ്റർ. ഓക്കെ, തൽക്കാലം നിങ്ങൾ അങ്ങനെ കരുതുക. രണ്ടാമത്തെ പോർഷൻ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 1.5 മീറ്റർ. അപ്പോൾ രണ്ടും കൂടിയിട്ട് 3 മീറ്ററായി. അതുകൂടാതെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എല്ലാ കർട്ടൻ്റെയും ഒരു സൈഡിൽ ഇതുപോലെ ജോയിൻ്റ് ചെയ്തിട്ട് ഒരു പീസ് എക്സ്ട്രാ കൂട്ടിയിട്ട് ഇത് 2 കർട്ടനും ഉണ്ടാവും കേട്ടോ. ഇതുപോലെ പീസ് സ്റ്റിച്ച് ചെയ്ത് ജോയിൻ്റ് ചെയ്തിട്ട് നിങ്ങളെ വീട്ടിലെ കർട്ടൻ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ആ ഒരു ജോയിൻ്റ് ചെയ്യുന്ന പീസിന് വേണ്ടിയിട്ട് 1.5 മീറ്റർ കൂടി എക്സ്ട്രാ വാങ്ങാം. അപ്പോൾ ടോട്ടൽ 4.5 മീറ്ററാണ് ലഭിക്കുന്നത്. ഒരു ഡിസൈനും ചെയ്യാതെ നമ്മൾക്ക് 3 പാളി വിൻഡോ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് 4.5 മീറ്റർ ക്ലോത്താണ് നമുക്ക് വേണ്ടത്. പക്ഷെ നമ്മളിവിടെ കർട്ടൻ ഡിസൈൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ മുകൾ വശത്ത് വെക്കുന്ന ആ ഒരു പീസ് എത്രത്തോളം ഇറക്കത്തിലാണ് ചെയ്തത് എന്ന് അളന്ന് നോക്കാം. അതിനനുസരിച്ചാണ് നമുക്ക് എത്രയാണ് ബ്ലാക്ക് ക്ലോത്ത് വേണ്ടത്, എത്രയാണ് വൈറ്റ് ക്ലോത്ത് വേണ്ടത് എന്ന് തീരുമാനിക്കാൻ. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഇതൊന്ന് അളന്ന് നോക്കാം. കറക്റ്റ് ഇതുപോലെ വെച്ചിട്ട് ഒരു 9 ഇഞ്ച് ഇറക്കത്തിലെടുക്കാം. പക്ഷെ നമുക്കിതിൻ്റെ താഴ്വശം തയ്യൽ തുമ്പ് ആവശ്യമാണ്. കാരണം വൈറ്റും ബ്ലാക്കും തമ്മിൽ ജോയിൻ്റ് ചെയ്യുമ്പോൾ 1 ഇഞ്ച് എക്സ്ട്രാ വേണം. അപ്പോൾ നമുക്ക് ടോട്ടൽ 10 ഇഞ്ച് ഇറക്കത്തിലുള്ള ക്ലോത്ത് എടുക്കാം. അതിൻ്റെ 3 ഇരട്ടി എടുക്കാം. വളരെ സിമ്പിളാണ്. നമുക്ക് എത്രയാണോ മുകൾ വശത്ത് വേണ്ടത് ആ ഇറക്കി എടുക്കാം. എന്നിട്ട് അതിൻ്റെ 3 ഇരട്ടി എടുത്തിട്ട് അതെത്രയാണോ വരുന്നത് അതിനെ നമുക്ക് മീറ്ററിലേക്ക് മാറ്റാം. കണ്ടോ, നിങ്ങളിപ്പോൾ ഇതുപോലെ നിങ്ങളുടെ കയ്യിലുള്ള ടേപ്പ് എടുത്ത് നോക്കാം. കറക്റ്റ് 30 ഇഞ്ച് വരുമ്പോൾ 77 സെൻറ്റിമീറ്റർ ആണ്.
അതായത് 1 മീറ്റർ വേണ്ട, ഏതാണ്ട് 3/4 മീറ്ററോളം വേണം. നമുക്കൊരു 80 സെൻറ്റിമീറ്റർ വാങ്ങാം കേട്ടോ. ബ്ലാക്ക് ക്ലോത്ത് 80 സെൻറ്റിമീറ്റർ വാങ്ങാം. അപ്പോൾ ടോട്ടൽ നമുക്ക് കർട്ടൻ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടത് 4.5 മീറ്റർ ക്ലോത്താണ്. അതിൽ 77 സെൻറ്റിമീറ്റർ ബ്ലാക്ക് ക്ലോത്ത് വാങ്ങാം. ബാക്കി വരുന്ന 3.25 മീറ്ററോളം നമുക്ക് വൈറ്റ് ക്ലോത്തും കൂടി വാങ്ങാം. നിങ്ങളുടെ കർട്ടൻ്റെ ഇറക്കം അനുസരിച്ച് നിങ്ങൾക്ക് ഇതിൻ്റെ അളവ് കൂടിയോ കുറഞ്ഞോ ഇരിക്കും. അത് നിങ്ങൾ നോക്കിയിട്ട് വാങ്ങുക കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ബ്ലാക്ക് ക്ലോത്ത് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ബ്ലാക്ക് ക്ലോത്ത് നമുക്ക് വേണ്ടത് 10 ഇഞ്ച് ഇറക്കത്തിലാണ് നമ്മൾ ബ്ലാക്ക് ക്ലോത്ത് കട്ട് ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് ഇതുപോലെ വെച്ചിട്ട് നമുക്കിവിടെ 10 ഇഞ്ച് മാർക്ക് ചെയ്യാം. 10 ഇഞ്ച് വരുന്ന 2 ക്ലോത്ത് കട്ട് ചെയ്യണം കേട്ടോ. നമുക്കത് ജോയിൻ്റ് ചെയ്തിട്ട് വേണം നീളം കൂട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ 2 പീസ് ബ്ലാക്ക് ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് രണ്ടും ജോയിൻ്റ് ചെയ്യാം. അതിന് ഇതിൻ്റെ നല്ല വശവും അതുപോലെ മറ്റേ ക്ലോത്തിൻ്റെ നല്ല വശവും ഒന്നിനു മുകളിലായിട്ട് ഒന്ന് വെച്ചിട്ട് നമുക്കവിടെ സൈഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വൈറ്റ് ക്ലോത്ത് നോക്കാം കേട്ടോ. ഇപ്പോൾ ആ 49 ഇഞ്ച് ഇറക്കത്തിലാണ് നമ്മൾ വൈറ്റ് ക്ലോത്ത് കട്ട് ചെയ്യുന്നത്. ബാക്കി ഇറക്കം നമ്മൾ ബ്ലാക്ക് ക്ലോത്ത് ജോയിൻ്റ് ചെയ്യുമ്പോൾ അഡ്ജസ്റ്റ് ആവും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ 49 ഇഞ്ച് മാർക്ക് ചെയ്തിരിക്കുന്നത്. അതേപോലെ 49 ഇഞ്ച് മാർക്ക് ചെയ്ത് ഒരു പീസ് കൂടി എക്സ്ട്രാ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 2 ക്ലോത്തും നമുക്ക് നീളത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടോ, ഇതേപോലെ ഈ ഒരു വൈറ്റിൻ്റെ നല്ല വശവും മറ്റേ വൈറ്റിൻ്റെ നല്ല വശവും വെച്ചിട്ട് നമുക്ക് ആ 2 പീസും ജോയിൻ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതേപോലെ ഒരു നെറ്റ് പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഈ നെറ്റ് എത്ര ഇറക്കത്തിലാണ് ഞാൻ ചെയ്തത് എന്ന് ഞാനൊന്ന് അളന്ന് കാണിച്ചു തരാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇറക്കം കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാം കേട്ടോ. 10.5 ഇഞ്ചിലാണ് ഞാനിപ്പോൾ ഇവിടെ ഇറക്കം എടുത്തിരിക്കുന്നത്. അടിവശം നല്ല ഡിസൈനുള്ള പീസ് ആയതുകൊണ്ട് ഞാൻ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ 1/2 ഇഞ്ച് എക്സ്ട്രാ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനത് സ്റ്റിച്ച് ചെയ്യാത്തതുകൊണ്ട് അവിടെ എടുക്കുന്നില്ല. ഇപ്പോൾ മുകൾ വശത്ത് എനിക്ക് ജോയിൻ്റ് ചെയ്യാൻ 1/2 ഇഞ്ച് വേണം. അപ്പോൾ കറക്റ്റ് ഞാൻ 11 ഇഞ്ചാണ് ഇറക്കം എടുക്കുന്നത്. ഞാനിപ്പോൾ 2 മീറ്റർ ക്ലോത്താണ് ഇത് വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ നീളത്തിൽ തന്നെ ഞാൻ 11 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് ജോയിൻ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. 2 മീറ്റർ വാങ്ങിയോണ്ട് നമുക്ക് കറക്റ്റായിട്ട് എത്തും കേട്ടോ. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ഒരു ക്യാൻവാസ് ഷീറ്റ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇത് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് കർട്ടന് 14 റൗണ്ടാണ് വേണ്ടത്. കണ്ടോ, നമുക്കൊന്ന് കൗണ്ട് ചെയ്ത് നോക്കാം. 2, 4, 6, 8, 10, 12, 14. അപ്പോൾ നമ്മളിപ്പോൾ 14 പീസ് കറക്റ്റായിട്ട് എടുത്തിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ 14 ഇഞ്ച് കറക്റ്റായിട്ട് എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ എവിടെയാണോ വരുന്നത് അത് കറക്റ്റ് കട്ട് ചെയ്യണം കേട്ടോ. ഇതിൻ്റെ റൗണ്ടിൻ്റെ അടുത്തോട്ടോ അല്ലെങ്കിൽ മറ്റേ റൗണ്ടിൻ്റെ അടുത്തേക്കോ പോകാൻ പാടില്ല. കറക്റ്റ് ഇതിൻ്റെ സെൻറ്ററിൽ തന്നെ മാർക്ക് ചെയ്യൊന്നും വേണ്ട, നിങ്ങളൊന്ന് കട്ട് ചെയ്താൽ മതി. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് മാർക്ക് ചെയ്ത് കാണിച്ചു തന്നേ ഉള്ളൂ. നമുക്കിങ്ങനെ 14 റൗണ്ട് എടുത്ത് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മുടെ ബ്ലാക്ക് ക്ലോത്ത് എടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഈ ക്യാൻവാസ് ഷീറ്റ് വെക്കാം. ഇത് വെക്കുമ്പോൾ കറക്റ്റ് സൈഡ് കൊണ്ടുപോയി വെക്കാൻ പാടില്ല. ഒരു 1 ഇഞ്ചോ 1.5 ഇഞ്ചോ വിട്ടിട്ട് വേണം വെക്കാൻ. നമുക്കിത് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യണം ആ ഒരു സൈഡ്. അതുകൊണ്ടാണ് അങ്ങനെ വിട്ട് കൊടുക്കുന്നത്. ഇത് 2 ഭാഗത്തും വേണം കേട്ടോ. ഒരു ഭാഗത്ത് നമ്മളിപ്പോൾ വെച്ചു, അതിന് ശേഷം നേരെ പോയിട്ട് ഇതിൻ്റെ എൻഡ് എവിടെയാണോ വരുന്നത് അവിടം വരെ വെച്ചിട്ട് ഒരു 1.5 ഇഞ്ച് തന്നെ വിട്ടിട്ട്, മുമ്പ് എത്രയാണോ വിട്ടത് അതുപോലെ ഇവിടെയും വിട്ടിട്ട് നമുക്ക് ബ്ലാക്ക് ക്ലോത്ത് കട്ട് ചെയ്തെടുക്കാം. അതായത് ഈ ക്യാൻവാസിൻ്റെ അളവിൽ നമ്മൾ ബ്ലാക്ക് ക്ലോത്ത് കട്ട് ചെയ്തെടുത്തു. അപ്പോൾ ഈ ബാലൻസ് വരുന്ന ക്ലോത്ത് കളയണ്ട, നമുക്ക് ഇതിൻ്റെ പെയർ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അത് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ കറക്റ്റായിട്ട് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേ അളവിൽ തന്നെ നമുക്ക് നെറ്റും അതുപോലെ തന്നെ വൈറ്റ് ക്ലോത്തും കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ നെറ്റും അതുപോലെ തന്നെ ബ്ലാക്കും വൈറ്റ് ക്ലോത്തും എല്ലാം ആ ക്യാൻവാസിൻ്റെ അളവിൽ കട്ട് ചെയ്തിട്ട് ബാലൻസ് ഉള്ള പീസ് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ ഒരു കർട്ടൻ്റെ പെയർ പീസ് നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ട, അതിന് വേണ്ടിയിട്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ബ്ലാക്ക് കർട്ടൻ ക്ലോത്തിൻ്റെ മുകളിൽ, അതായത് നല്ല വശത്ത് തന്നെ നമ്മുടെ ക്യാൻവാസ് പീസ് വെക്കുക. നേരത്തെ നമ്മൾ വിട്ട 1.5 ഇഞ്ച് വിട്ടിട്ട് വേണം നമ്മൾ വെക്കാൻ, അങ്ങ് കൊണ്ടുപോയി വെക്കാൻ പാടില്ല. ആ 1.5 ഇഞ്ച് വിട്ടിട്ട് വേണം നമ്മൾ ക്യാൻവാസ് ഷീറ്റ് വെക്കാൻ. അതിന് ശേഷം ഇതിൻ്റെ മുകളിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതായത് കർട്ടൻ ക്ലോത്തും ഈ ഒരു ക്യാൻവാസും തമ്മിൽ നമുക്ക് മുകൾ വശം സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടോ, നമ്മളിപ്പോൾ ഇത് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ 2 വശത്തും നമ്മളൊരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് മോശം വശത്തേക്ക് തിരിച്ചിടാം. കണ്ടോ, ഇതുപോലെ തിരിച്ചിട്ടിട്ട് നമുക്ക് നോക്കാം. കണ്ടോ, കറക്റ്റായിട്ട് വെക്കുക. എന്നിട്ട് നന്നായി ഒന്ന്
പ്രസ് ചെയ്യുക. കണ്ടോ, ഇതേപോലെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മുന്നോട്ട് കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ മുകൾ വശത്തൊന്നും ഇനി സ്റ്റിച്ച് ചെയ്യേണ്ട. നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടത് ഇതിൻ്റെ താഴ്വശം കണ്ടോ, ഇവിടെയാണ്. ഇവിടെ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ട് നമ്മുടെ ബ്ലാക്ക് ക്ലോത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടോ, നമ്മളിപ്പോൾ കറക്റ്റായിട്ട് ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനെ അവിടുന്ന് മൂവ് ചെയ്യൊന്നുമില്ല. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ വൈറ്റ് ക്ലോത്ത് എടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മുടെ നെറ്റ് പീസ് വെക്കാം. ഇത് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കർട്ടൻ്റെ നല്ല ഭാഗവും അതുപോലെ തന്നെ നമ്മുടെ നെറ്റിൻ്റെ മോശം ഭാഗവുമാണ് വെക്കേണ്ടത്. അതിനുശേഷം ഇതിൻ്റെ മുകൾ വശത്തോടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ആ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്ത് ജോയിൻ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, അവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് ചെയ്യേണ്ടത് താഴ്വശം നിങ്ങൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനാണ് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുക. അല്ല ഫോൾഡ് ചെയ്യാണ്ടാണെങ്കിൽ അങ്ങനെയും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഫോൾഡ് ചെയ്യാണ്ട് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് യോജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിവിടെ ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് ചെയ്യേണ്ടത് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്. ഈ ഒരു വൈറ്റ് ക്ലോത്തിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്തെടുത്ത ബ്ലാക്ക് ക്ലോത്ത് വെച്ചിട്ട് നമുക്ക് ജോയിൻ്റ് ചെയ്യാം. ഇതിൻ്റെ മുകൾ വശത്ത് സ്റ്റിച്ച് ചെയ്ത് ജോയിൻ്റ് ചെയ്തിരിക്കുകയാണ്. കണ്ടോ, ഇപ്പോൾ കറക്റ്റ് ഇതുപോലെയാണ് ഉണ്ടാവുക. അതിനുശേഷം നമ്മൾ ഈ ജോയിൻ്റ് ചെയ്ത ഈ ഒരു ഭാഗത്തിൽ അതിൻ്റെ മുകളിലൂടെ ജസ്റ്റ് ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. കറക്റ്റ് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ വിട്ട 1.5 ഇഞ്ചില്ല, അത് ഫോൾഡ് ചെയ്ത് ക്യാൻവാസിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ഒന്ന് താഴ്വശം വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ 2 സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതായത് കർട്ടൻ്റെ 2 സൈഡും നമ്മൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളത് കറക്റ്റ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് കർട്ടൻ്റെ താഴ്വശം ഫോൾഡ് ചെയ്യാണ്. നമുക്ക് കണ്ടോ, ഇതേപോലെ 1/2 ഇഞ്ച് മടക്കിയിട്ട് ബാക്കി 2.5 ഇഞ്ച് കുറച്ച് വലിയ രീതിയിൽ ഫോൾഡ് ചെയ്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഇനി അവശേഷിക്കുന്ന ഒരേ ഒരു കാര്യം, നമ്മുടെ ഈ ഹോൾ ഉണ്ടല്ലോ അത് കറക്റ്റായിട്ട് കട്ട് ചെയ്തിട്ട് അവിടെ റിങ് ഫിറ്റ് ചെയ്യാന്നുള്ളതാണ്. അതിനു വേണ്ടി നമുക്ക് ഇതേപോലെ ഹോളിൻ്റെ സെൻറ്ററിൽ വെച്ച് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ കാണുന്ന ക്ലോത്ത് നമുക്ക് ശ്രദ്ധിച്ച് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുക്കുമ്പോൾ ക്യാൻവാസ് കട്ടാവാതെ ശ്രദ്ധിച്ചാൽ മതി. കറക്റ്റ് ലെവൽ വരണമെന്നൊന്നുമില്ല കേട്ടോ. അതിനുശേഷം ഇതുപോലുള്ള റിങ് എടുക്കാം. എന്നിട്ട് കറക്റ്റ് നമ്മൾ ആ കട്ട് ചെയ്ത ഹോളില്ലേ അതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്താൽ മതി. അധികം പ്രസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് അത് അവിടെ ഫിറ്റായി നിൽക്കും കേട്ടോ. കണ്ടോ, ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ പിറക് വശം നമുക്ക് എടുക്കാം. ഫ്രണ്ട് നിങ്ങൾ കണ്ടല്ലോ, പിറക് വശം എടുത്തിട്ട് ഇവിടെ നമുക്ക് ഒരു വൈറ്റ് റിങ് കൂടിയുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കിട്ടുന്നതാണ്. അതൊരു സെറ്റായിട്ടാണ്. അതിൻ്റെ ലോക്കാണ്. ആ ലോക്ക് എടുത്തിട്ട് നമുക്ക് ഇതിലൊന്ന് ഇട്ട് കൊടുക്കാം. ഈ ലോക്ക് ഒറ്റ പ്രസ്സിനൊന്നും അവിടെ കറക്റ്റായിട്ട് നിൽക്കില്ല കേട്ടോ. ശക്തമായി 1-2 തവണ നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. വളരെ ഈസി അല്ല, കുറച്ചൊരു റിസ്ക് ഉണ്ട്. ഒന്ന് നമ്മൾ നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. വേറൊന്നും ചെയ്യേണ്ട. നന്നായി പ്രസ് ചെയ്ത് കൊടുത്തിട്ട് അതവിടെ ലോക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ കണ്ടോ, കറക്റ്റായിട്ട് ഞാൻ അവിടെ ലോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് അവിടെ നിന്ന് വിട്ടുപോകുകയൊന്നും ചെയ്യില്ല കേട്ടോ. കറക്റ്റായിട്ട് അവിടെ ലോക്കായി. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ റൗണ്ടും കട്ട് ചെയ്തിട്ട് അവിടെ ലോക്ക് ചെയ്തെടുക്കാം. കണ്ടോ, ഇപ്പം നമ്മൾ ഈ ഒരു വർക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒത്തിരി അളവുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവും. പക്ഷെ നിങ്ങൾ ലൈവായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ വളരെ സിമ്പിളാണ്. മുമ്പേ ഇട്ട കർട്ടനും ഇപ്പോൾ ഈ കർട്ടൻ സ്റ്റിച്ച് ചെയ്ത് ഇട്ടപ്പോഴുള്ള വ്യത്യാസവും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. നെക്സ്റ്റ് ടൈം പുതിയൊരു വീഡിയോയുമായി എത്രയും പെട്ടെന്ന് വരും. അതുവരെ ബൈ, ടേക്ക് കെയർ.